78 5/8 ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ചുറ്റോട് ചുറ്റും ഫുള്ളായിട്ട് പിന്നെ പറഞ്ഞു 7/8 എത്ര ഒന്ന് പറഞ്ഞു. ഉറവയാണ് ഗൈസ്. നമ്മളെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യുമ്പം, ഒരു ഫ്രെയിമിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് കൃത്യമായിട്ട് ടോപ്പ് സൈഡ് ഫ്രെയിമിൻ്റെ ടോപ്പ് സൈഡ് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. കേട്ടോ, നോക്കി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വരുന്നതാണ്. എന്തോ വരുന്ന വെള്ളം കണ്ടോ, തുരുമ്പോളം കണ്ടോ, തുരുമ്പോളം. ഗൈസ് താഴെ മൊത്തം അഴുക്കാം ഗൈസ്. മറ്റേ ഇത് മൂടിയിട്ടുണ്ടോ ഗൈസ്? താഴെ മൊത്തം ചള്ളവെള്ളം, ചള്ളയല്ല തുരുമ്പ. എടുത്ത് വിട്ടാ കരിയോയിൽ. എന്താണ് ഗൈസ് കരിയോയിൽ? ഗൈസ് അവിടുത്തെ നല്ല വെള്ളമാണ്. അവിടുത്തെ നല്ല വെള്ളമാണ്. 4 കളർ വെള്ളം. ഇതെവിടാണോ വെള്ളം വീഴുന്നത്? താഴെ. ഓ, കരിപുരണ്ട ജീവിതങ്ങൾ. എടാ 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 സോളാറിനാണ് പറഞ്ഞെടുത്ത് കിട്ടില്ല. ഇൻവേർട്ടറിന്റെ മണ്ട ഇങ്ങോട്ട് ഇറങ്ങി വേണം. അതാ വരുന്നില്ല. 4 കാലിനകത്ത് ഉണങ്ങിയ സ്ഥലം എടുത്തിട്ട് മുമ്പ് മാറ്റിപ്പോയി. ഗൈസ് ഒരു വെയിറ്റ് വെച്ചില്ലെങ്കിൽ കുറഞ്ഞത് ഒരു 15 ലിറ്ററെങ്കിലും ഉണ്ട് അല്ലേ? കണ്ടോ, ആ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ 4 കാലിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ്. എത്ര ലിറ്റർ കാണുമെന്നറിയോ? അല്ല, ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് തൂണിൻ്റെ പില്ലറിൻ്റെ കോപ്പൊക്കെ അടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇങ്ങനെ അതിനകത്തൊരു ആ ചൂലോ ചൂലെടുത്തോണ്ട് വന്നിട്ട് പാത്തി ഈ പാത്തി എടുത്ത് ആ പള്ളിക്കിന് മണ്ടയ്ക്ക് ഷീറ്റിന് മണ്ടയ്ക്ക് കൂടെ ഓടിനാണ് അങ്ങോട്ട് ഇറക്കിട്ട് വെച്ച് മേടിക്കരുത്. ആ ഷീറ്റിന് മണ്ടയ്ക്കും അത് ആ പള്ളിക്കിന് മണ്ടയ്ക്കോട്ട് കയറ്റി വെക്കും. അങ്ങോട്ട് ഇവിടെ ഇത് കണ്ടോ, ഈ പള്ളിക്കിന് മണ്ടയ്ക്കോട്ട് കയറ്റി എന്നിട്ട് ഷീറ്റിന് മണ്ടയ്ക്കോട്ട് വെക്കുക. ഷീറ്റിന് മണ്ടയ്ക്കിടെ ഇടേ ഞാൻ പറയാം. ഇടേ അത്രേ ഉള്ളൂ. ഇതാ ഗൈസ് മുഴുവൻ ഇതൊന്ന് അവിടെ പിന്നെ ബോർഡർ ഉണ്ട്, അതൊന്നും പോകത്തില്ല. ഒരു കിണ്ടൽ വെള്ളമാണ്.
കയറാം. തിരുമ്പി നമ്മൾ കയറാൻ പോവുകയാണ് ഗൈസ്. പനിനീരു പെയ്യും നിലാവിൽ. നോക്കി കണ്ടോ, മുഴുവൻ കാർത്ത വെള്ളവും. വെള്ളം സൗണ്ട് കേട്ടോ, കിച്ചിക്കിച്ചിക്കിച്ചിക്കാന്നാ പോണെ. അപ്പോൾ ഗൈസ് നമ്മൾ ലാഡർ കയറ്റാൻ പോവാണ്. ഒരു മിനിറ്റ്. ഒറ്റ പൊക്കിന് ഇതിന്റെ മേളിൽ വെക്കണം. ഓടിനറ്റത്തെ വിട്ടില്ല ശ്രദ്ധിച്ചേ. അല്ല അങ്ങോട്ടോ, നേരെ പോട്ടെ. അല്ല പിന്നെ രണ്ടാമത്തെ അങ്ങോട്ട് തലം കൊണ്ട് പോകാൻ പറ്റും. മാർക്ക് ചെയ്തേ, അങ്ങോട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തേ. 2 മീറ്റർ മാർക്ക് ചെയ്ത് വെക്ക് എല്ലാ പറലെങ്കിലും. ഇതേ കൂടെ പോടാ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇറങ്ങിയാൽ മതി. അവിടെ നീ ഇവിടെ അങ്ങോട്ട് കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. അവിടെ പൊക്കി കയറാം. ഇനി ഇത് തിരിച്ചു വെക്കണം. ഇത് തിരിച്ച് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് അത് വെക്കുന്നത്. താഴെ ഇറങ്ങി നിൽക്കുക, വരയ്ക്കരുതേ. പൊക്കി നിൽക്കാൻ ഇനി കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോയിക്കോ. ഇല്ല, കുറച്ച് അങ്ങോട്ട് കൊണ്ടു, എന്നിട്ട് തിരിച്ചാൽ മതി. കവള അറിയാം, ഇത് ഷീറ്റിനെ കവള ചോട്ടരുതേ, അത് ശ്രദ്ധിച്ചോണം. പെതുക്കെ മതി. നല്ല ചൂടുണ്ടല്ലേ, പഴുത്ത് ആവേശം. ഗൈസ് ഭയങ്കര ഇതാണ് കേട്ടോ. ആവേശം മൂത്ത് ജിയർ ഷീറ്റിന് മണ്ടയ്ക്ക് പഴുത്തിരിക്കുമ്പോൾ ചെരുപ്പ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. ഗൈസ് നേരെയാക്കി വെക്കും. നേരെയാക്കാം. നേരെയാവട്ടെ. ഒന്നും ആയിട്ടില്ല. 2 മീറ്റർ ഇങ്ങോട്ട് വരണം. ഗൈസ് അവിടെ നിന്ന് ഗൈസ് 1 മിനിറ്റ് മാറി. ഗൈസ് ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ലാൻഡിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 2 മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ ഈ ലാൻഡിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്താ ഗൈസ് മാറി വേറെ തുടിയുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ വാഷ് ചെയ്യാം. ഈ സാധനം മോപ്പിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാൻ പറ്റും. എടാ അതിലെ ഇരുന്നല്ല കഴുകുന്നത്, അതിനെ ഇതിങ്ങനെ അടിച്ചിരിക്കുന്നത്. ഇതിനകത്തൂടാ കഴുകുന്നത്. അതല്ല അങ്ങനെ അടിച്ചു ഈ ഗ്യാപ്പിന് ഇരുന്നിട്ട് ഇങ്ങനെ കഴുകാം.
ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതിൻ്റെ ഹാൻഡ് റീൽസിന് ഹൈറ്റ് കൂടുതലാണോ അല്ലോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ ടൈപ്പ് ഡിസൈൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഡിസൈൻ കൊടുത്തത്. അതാകുമ്പോൾ ഇതിലിങ്ങനെ ഇരിക്കാം. കണ്ടോ, ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഈ സൈഡിലിരിക്കുന്ന പാനിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കഴുകാൻ പറ്റും. അപ്പോൾ അതിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു. അടിപൊളിയാണ്, കുഴപ്പമില്ല. ദൈവമേ. പിന്നെ അടുത്ത ഒരെണ്ണോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഭാഗത്ത് കയറ്റണം. ഗൈസ് അങ്ങനെ രണ്ടാമത്തെ എൻ്റെ പൊന്ന് ഗൈസേ. ഇവിടെ ഇത് 1 മീറ്റർ അല്ലേ? ഇത് 1 മീറ്റർ ഇവിടെ ഈ ഭാഗത്താണ്. ഞാൻ അപ്പുറത്തോട്ട് വന്നോട്ടെ. ഒരു മിനിറ്റ്. ഞാൻ പിടിച്ചിട്ടില്ലേ. അപ്പിടി ഷീറ്റിനെ മണ്ടയിൽ ഔട്ടരുത്. നീ പോകട്ടെ, അവിടെ പോകട്ടെ. മതി ശാലോടെ ഒരു 2 ഇഞ്ചൂടെ. അങ്ങനെ 2 ലാൻഡിങ് ആയിട്ടുണ്ട്. ഈ സൈഡിലൊരു ലാൻഡിങ്, ഈ സൈഡിലൊരു ലാൻഡിങ്. ഈ ഭാഗത്തായിട്ട് 4 പാനൽ വരും. ഈ ഭാഗത്തും 2 പാനൽ വരും. അതുപോലെ തന്നെ അങ്ങേ എൻഡിലും 2 പാനൽ. ഇത്രയൊക്കെ പൊക്കിയൊക്കെ ഈ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പം ആരും പരിചയമില്ലാത്ത ആൾക്കാരാണ് ആരെങ്കിലും ആണ് കയറുന്നെങ്കിൽ അവർക്ക് ഒരു പേടി തോന്നരുത്, വീഴും എന്നുള്ളൊരു ഭയം തോന്നരുത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ ടാങ്കിന്റെ സ്റ്റാൻഡിനകത്ത് കിടക്കുന്ന വെള്ളമാണ്, വാട്ടർ ടാങ്കിന്റെ. മേളിൽ ഡമ്മി ഒന്നും ഇല്ലാതെ അടയ്ക്കുക. വെൽഡിങ്ങിന്റെ ഹോള് എന്തോ വളവ് പിടിച്ച് നമുക്ക് അവിടുന്ന് 2 മീറ്റർ വെക്കണം. 2 മീറ്റർ 990 mm കണക്കാണ് ഷാർപ്പ് പാനലിൻ്റെ വീതി വരുന്നത് നമുക്കിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10 mm ഗ്യാപ്പ് ഇട്ടിട്ട് പാനലുകൾ തമ്മിലുള്ള സ്പേസ് 10 mm ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ 2 മീറ്റർ എന്നുള്ള അളവ്. അപ്പോൾ 10 mm അല്ല 20 mm കിട്ടും അല്ലേ? അല്ലേ? സോറി ഗൈസ്, 10 mm അല്ല. അതാണ് ഒരു പാനലിലെ 10 mm വെച്ച് കിട്ടും. ആദ്യത്തെ സ്റ്റെപ്പ് ഈ പള്ളിന്റെ എൻഡ് ആയിരിക്കണം. ഫിനിഷിങ് അതിനെ ഇച്ചിരി പുറമോട്ട് പോകണം. വേണ്ട അങ്ങനെ ഇരുന്നിട്ട് ആ പള്ളിങ്ങനെ എന്താ അടിഭാഗം നോക്കിയിട്ടേ 2 സ്റ്റിച്ച് അപ്പുറം കൊടുത്താൽ മതി. അപ്പം ശലം നിന്നോളൂ. ഒത്തിരിയാണോ? എന്താ കോണിപ്പ് തിരിയാനുണ്ടോ? അല്ല ഇപ്പൊ അളവ് നോക്കണോ? അളവ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അളവ് നോക്കട്ടെ. അപ്പം ചെറിയ പള്ളിങ്ങനെ തിരിവുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. 78 5/8. പിള്ളച്ചോ ഇതിന്റെ കണക്ക് പറഞ്ഞിട്ട് ഇനി പണതാ. എന്തോ 1/8 2/8 3/8 5/8 ഇത് ടേപ്പ് വരുമ്പോൾ ഏത് അളവാ? ഗൈസ് നിങ്ങൾ പ്രത്യേകം കേട്ടണം. ഇതൊരു അതുകൊണ്ടോ നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു പ്രത്യേക കണക്കാണ്. ഓക്കെ, അതെ. ഈ അവൻ പൊടിക്കണക്ക് പറഞ്ഞുകൊണ്ട് ശ്രീനാഥേ 2 വരെ ആയതുകൊണ്ട് 3/8 2 വരെ. നീ അങ്ങനെയാണോ വെച്ചേ? അല്ല, നീ ഏത് കണക്കാണ് വെച്ചേ? 78 5/8. അപ്പൊ എവിടെ വെച്ചേ? അറിയാവുന്ന കണക്ക് പറയടാ. അറിയാതെ മരത്തലയും കഴിഞ്ഞ് 2 വരെയുടെ വരും 5/8 വരുമ്പോ. ആണോ? പിന്നെ കുറവെന്ന് പറഞ്ഞു. പിന്നെ കുറവെന്ന് പറഞ്ഞോട് ചോദിച്ചേ. 1/8 എന്ന് പറഞ്ഞാൽ 2 നൂല്, 3/8 എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് 2 നൂല്, 5/8 എന്ന് പറഞ്ഞാൽ നീ ആദ്യം പറഞ്ഞ പോലെ ആയിക്കോ. 3/8 ആക്കിക്കോ. അതാ നല്ല. 3/8 ആക്കിക്കോ. 4 ഇഞ്ച് 2 നൂല്. 4 ഇഞ്ച് 2 നൂല്. അപ്പൊ ഗൈസ് 5/8 പറഞ്ഞ അല്ല. അപ്പം ശകലോട് ഇങ്ങോട്ട് നീങ്ങുമല്ലോ. നമുക്ക് അതിനകത്തല്ല സ്പേസ് കൂടുതൽ വേണ്ട. അല്ല, അതുകൂടെ നീക്കണം. ഗൈസ് ഈ ടേപ്പ് കിടന്ന് അളവ് എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ട് കാണും 3/8 5/8 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇത് ഏത് തരം കണക്കാണ്, ഏത് തരം അളവാണെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അളവ് ഏതെടുത്താലും കറക്റ്റ് ആയാൽ മതി. പടി ഇത്ര പറഞ്ഞു 7/8 എത്ര എന്ന് പറഞ്ഞു. അല്ല
അല്ല പണി കറക്റ്റ് ആവണമെങ്കിൽ 780 കറക്റ്റ് ആവണം. എന്നോട് ചോദിക്കും 4000 3000 വരെ ഇഞ്ചോ വരെയൊക്കെ കാലമൊക്കെ അതാ വരയുടെ കാര്യം ചോദിച്ചു. ഈ 2 വരെ കാലത്ത് കണ്ടുപിടിച്ച് ഇച്ചിരി അവിടെ ടേമിനകത്ത് 2 വര 3 വര എന്നൊക്കെ പറഞ്ഞു. ഇത് എവിടുത്തെ കണക്കൊക്കെ നമുക്ക് മാന്യമായിട്ട് കണക്ക് പറയാം. 3225 ഇപ്പൊ കാണിച്ചു തരാം. അല്ല ദിവസത്തില അപ്പം ഈ 180 എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ടേപ്പിലുള്ള 1 ഇഞ്ച് എടുക്കുമ്പോഴത്തേക്കിന് ആ ഇഞ്ച് എടുക്കണം. ആദ്യത്തെ 2 വരയെന്ന് പറയും. അതായത് 2 mm ആണ് ഒരു 180 എന്ന് പറയുന്നത്. 380 എന്ന് പറയുമ്പോഴത്തേക്കിന് 380 എന്ന് പറയുമ്പം 4 ഇഞ്ചും 2 നൂലും. 4 ഇഞ്ച് 2 നൂലും. 4 ഇഞ്ച് 2 നൂലും എന്ന് പറയുമ്പോൾ എത്ര mm വരും? 8 mm ആണോ? അത് 4 ഇഞ്ചും 2 നൂലും. നോക്കട്ടെ, ഞാൻ പെരുന്തച്ഛനല്ലല്ലോ, പെരുന്തച്ഛനോട് ചോദിക്കാം. പെരുന്തച്ഛനോട് ഇരിക്കുന്നു. 8 mm ആണ്. 8 mm ആണ് 4 ഇഞ്ചും 2 നൂലും. അതാ പിന്നെ 5/8 എന്ന് പറയുമ്പോഴത്തേക്കിന് 1/2 ഇഞ്ചും 2 നൂലും. അതായത് 14 mm അല്ലേ? 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 12 mm 12.2. ആ അപ്പം 14.2 അതാണ് 5/8. 7/8 എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ചും 2 നൂലും. അതാണ് എൻ്റെ കണക്ക്. 3/4 ഇഞ്ചും 2 നൂലും. അപ്പോൾ ഇത് സത്യം പറയാം, ഇത് ആദ്യം എന്നെ എനിക്കിത് പറഞ്ഞു തന്നതിനെ പഠിപ്പിച്ചത് കേട്ടോ, പഠിപ്പിച്ച് തന്ന 2 പേരുണ്ടായിരുന്നേ, കൃത്യമായിട്ട് പറഞ്ഞു തന്നെ. ഇത് ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെയൊക്കെ മിക്കവാറൊക്കെ ജോലിക്കുണ്ടായിരുന്ന ഇപ്പോഴും വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ പേര് മുരളി എന്ന് പറയും. നമ്മളെ മുരളിച്ചേട്ടനാണ് ആദ്യമാണ് എനിക്ക് ഈ 5/8 7/8 എന്താണ് 3/8 എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും മുരളിച്ചേട്ടൻ. അതുകൊണ്ട് പിന്നെ പ്രകാശ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്, നല്ല ജോലിക്കാരാണ്, നല്ല സൂപ്പർ നല്ല വർക്കാണ് അവരുടെ 2 പേരും നല്ല വർക്കാണ്, കുഴപ്പമില്ല. പക്ഷേ അവർ ഇങ്ങനെയുള്ള കണക്കുകൾ പറയുന്നത് കേട്ടപ്പോഴത്തേക്കിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇഞ്ച് കണക്കും അടിക്കണക്ക് മീറ്റർ കണക്ക് ഇങ്ങനെയൊക്കെ അറിയാം. പക്ഷേ ഇതൊരു കോമൺ ആയിട്ടുള്ള വേർഡാണ്, എനിക്കറിയില്ല. ഇത് 5/8 കണക്ക് എവിടുന്ന് എങ്ങനെ പുറത്ത് വന്നതാണെന്നെല്ലാവരും എനിക്കറിയത്തില്ല. അപ്പം ഈ സമയത്ത് എന്താണ് ചെറിയ അതാ പറയാം, നമ്മൾ ഈ വർക്കിനകത്തേക്കുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാനുണ്ട്. കിട്ടുന്ന സമയത്ത് പഠിക്കുക. കാര്യം നമ്മളെപ്പോൾ ഫാബ്രിക്കേഷൻ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പല സമയത്തും ഇങ്ങനെയുള്ള അളവുകളുടെ കാര്യങ്ങളെപ്പറ്റി ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടാറുണ്ട് ഒരിക്കൽ പലപ്പോഴും. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇത് പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് പറയുകയാണ് 1/8 എന്ന് പറഞ്ഞാൽ 2 mm 2 വര 1 ഇഞ്ചിൻ്റെ ഒരു മെഷറിങ് എടുത്ത് വെച്ചിട്ട് അതിൽ കാണുന്ന ആദ്യത്തെ 2 ലൈൻ നോക്കിയാൽ അതാണ് 1/8. 3/8 എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചും 2 നൂലും. 5/8 എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ചും 2 നൂലും. 7/8 എന്ന് പറഞ്ഞൊരു കണക്ക് വരുന്നത് 3/4 ഇഞ്ചും 2 നൂലും. പിന്നെ അതിന് മുകളിലോട്ട് ഒത്തിരി കണക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ബേസിക്കലി ഇത്രയും കണക്കുകൾ അറിഞ്ഞിരുന്നാൽ മതി എന്നുള്ളതുകൊണ്ട് അത്രയും പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഓർമ്മയിൽ നിൽക്കുന്ന തന്നെ വലിയ കഷ്ടമാണ്. എന്നാലും പിന്നെ എന്താ പറയുക, സ്ഥിരമായിട്ടുള്ള നമ്മുടെ പരിപാടികൾ ഇതൊക്കെ ആയതുകൊണ്ട് മറക്കത്തില്ല. അപ്പോൾ അതങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ക്ലിപ്പ്. അതുകൊണ്ട് ഞാനിത് FB-ലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇവിടെ നമ്മൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മുടെ ലാൻഡിങ്ങിൻ്റെ സെക്ഷൻ എല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നാളെ താഴെ നമ്മൾ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. ആ ഷീറ്റ് അടിച്ചിരിക്കുന്ന നല്ല പുതുപുത്തൻ ഷീറ്റ് ആയതുകൊണ്ട് അതിൽ വെൽഡിങ്ങിൻ്റെ ഫ്ലെക്സ് വിടാതിരിക്കാൻ വേണ്ടി താഴെ ഷീറ്റൊക്കെ ഇട്ട് അടിക്കുക. പിന്നെ അതിനെക്കാട്ടി മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്, ഈ ഒരു ഷീറ്റാണ് ട്രാൻസ്പെറൻറ്റ് ട്രപ്പോണിൻ്റെ ഷീറ്റാണ്. അപ്പോൾ അത് ഒരിക്കലും ഡാമേജ് ആയിരുന്നു. തീപ്പരി വീണ് കഴിഞ്ഞാൽ അത് ഹോൾ വീഴും എന്നൊരു പ്രശ്നമാണ്. ഒരറിവും ചെറുതല്ല ഗൈസ്.